അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് എന്താണ് എടുക്കാൻ പോകുന്നത്, എന്തായിരിക്കുമെന്ന് ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കുരങ്ങനെ മുന്തിരിമക ചാടണ അല്ലേ ഒരു ഫോട്ടോ, അതുപോലെ വേറെയും ചിത്രശലഭങ്ങളൊക്കെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കഥ ആയിരിക്കും എന്ന് ഏകദേശം ആളുകൾക്കൊക്കെ എന്തായാലും അറിയും അല്ലേ? കഥയാവും അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? കഥയല്ലേ? നിങ്ങളുടെ മനസ്സിൽ കാണുന്ന എന്താണ് പറയും? ആ അതെ, നിങ്ങൾ മനസ്സിൽ കാണുന്നത് തന്നെയാണ് പറയാൻ പോകുന്നത്, കഥയാണ്. അപ്പോൾ അത് കഹാവത്ത് പറഞ്ഞ പഴഞ്ചൊല്ലുകൾ. പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, ഒരു വലിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായൊരു കാര്യം പറയാം. മനസ്സിലായോ? വലിയ കാര്യം പറയുമ്പോൾ ഒരുപാട് എഴുതേണ്ടി വരും, പേജുകൾ. അപ്പോൾ അതിനെ ഷോർട്ടാക്കിയിട്ട് ഒരു ചെറിയ കാര്യത്തിൽ ഒതുക്കിയാൽ എന്താവും, അത് പഴഞ്ചൊല്ലായി മാറും. അപ്പോൾ പഴഞ്ചൊല്ല ആ ഒരു വാക്കാണ് പറഞ്ഞാൽ തന്നെ ആ കഥ എല്ലാവർക്കും എന്ത് ചെയ്യും, മനസ്സിലാണ് ഓടും. ആ ഒരു പരിപാടിയാണ് എന്ത്, ഒരു സെൻറ്റൻസ് പറയുമ്പോഴേക്കും ഒരു കഥ നമുക്ക് മനസ്സിലേക്ക് ഓടി വരണം. അതാണെന്ത്, പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്, കഹാവത്തെ, പഴഞ്ചൊല്ലുകൾ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് രണ്ട് പഴഞ്ചൊല്ലുകളാണ് പറയുന്നത്. ഒന്ന് മുന്തിരി പുളിയാണ്, അങ്കൂർ കട്ടേ ഹൈ എന്ന് പറയുന്ന മുന്തിരി പുളിയാണ് എന്നുള്ളൊരു പിന്നെ കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, മുന്തിരി പുളിയാണ്. ശരിക്കും മുന്തിരി രസമുണ്ട്, എന്നാലും കിട്ടാത്തതുകൊണ്ട് മുന്തിരി പുളിയാണെന്ന് പറയുന്ന ഒരു കഥ, എന്ത് പഴഞ്ചൊല്ല്. മറ്റൊന്ന് ബന്ദർ ബാന്ത്, നമ്മളെ കുരങ്ങൻ്റെ ഭാഗിക്കല്. കുരങ്ങനെ വീതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലെവലാക്കി അവസാനം കുരങ്ങനെയാണ് കൂടുതൽ കിട്ടുക എന്നുള്ളൊരു കഥ ഉണ്ട്. അപ്പോൾ അതിനെ ഷോർട്ടാക്കിയിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതറിഞ്ഞാൽ പിന്നെ ഈ ഒരു ബന്ദർബാണ്ട്, കുരങ്ങൻ്റെ വിഭജിക്കൽ എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും, ഇതാണ് കഥ എന്ന്. അപ്പോൾ അതിനാണ് എന്ത് പറയുക, ഒരുപാട് കാര്യം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാക്കി ഓടി വരേണ്ടത് എന്ത് ചെയ്യാം, ഒരു വേർഡ് പറയുമ്പോഴേക്കും അതിന് ആ ഒരു കഥ മനസ്സിലേക്ക് വരുന്ന ഒരു സിസ്റ്റം, അതാണ് എന്ത്, പഴഞ്ചൊല്ല്. ഹർ കഹാവത്ത് കെ പീച്ചെ, എല്ലാവരും നോക്കട്ടോ, ഹർ കഹാവത്ത് കെ പീച്ചെ, എല്ലാ കടങ്കഥകളുടെയും പിന്നിൽ കോയി ദിൽചസ്പ് കഹാനി ഹോത്തി ഹെ, എന്തെങ്കിലും താല്പര്യമുള്ള ഒരു കഥയുണ്ടാകും. കോയി ദിൽചസ്പ് കഹാനി ഹോത്തി ഹെ, എന്തെങ്കിലും താല്പര്യമുള്ള ഒരു കഥയുണ്ടാകും. കഹാനി എന്ന് പറഞ്ഞാൽ കഥ, സ്റ്റോറി, അറിയാലോ. കഹാനി എന്ന് പറഞ്ഞാൽ എന്താ, കഥ, സ്റ്റോറി. അപ്പോൾ എന്ത് പഴഞ്ചൊല്ലുകൾ പറയുകയാണെങ്കിലും അതിന് പിന്നിൽ എന്തുണ്ടാകും, എന്തെങ്കിലും നമുക്ക് ഒരു താല്പര്യമുള്ള ഒരു കഥയുണ്ടാകും. കഹാവത്ത് കെ ചന്ദ് അൽഫാസ് വോ ബാത് ബയാൻ കർ ദേത്തെ ഹൈ. അപ്പോൾ നമ്മുടെ പഴഞ്ചൊല്ലിൻ്റെ ചന്ദ് അൽഫാസ്, കുറച്ച് ലഫ്ലുകൾ, പഴഞ്ചൊല്ലിൻ്റെ കുറച്ച് ലഫ്ലുകൾ തന്നെ വോ ബാത്ത് ബയാൻ കർ ദേത്തെ ഹൈ, ആ ഒരു കാര്യം വിശദീകരിക്കപ്പെടുന്നു, ആ ഒരു കാര്യം നമുക്ക് വിശദീകരിച്ച് നൽകുന്നു. ഹലോ, പഴഞ്ചൊല്ലിൻ്റെ ആ ഒരു കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, കുറഞ്ഞ ലഫ്ലുകൾ, ആ ലഫ്ലുകൾ തന്നെ നമുക്ക് വലിയൊരു കാര്യം വിശദീകരിച്ച് തരുന്നു. ജിസ്കെ ലിയെ, എങ്ങനത്തെ കാര്യങ്ങളാണ്, എങ്ങനത്തെ സംസാരങ്ങളാണ്, കാര്യങ്ങളാണ്. കൈ സൊഫാദ് കി ജറൂറത്ത് ഹോ സക്തി ഹെ, ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരുപാട് പേജുകളുടെ ആവശ്യം വരും. ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരുപാട് പേജുകളുടെ ജറൂറത്ത് ഹോ സക്തി ഹെ, ആവശ്യം വരുന്നു, ആവശ്യമുണ്ടാകുന്നു. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേജ് ആവശ്യം വരും. അപ്പോൾ ആ ഒരുപാട് പേജ് ചിലപ്പോൾ ഉണ്ടാകില്ല, ഇനി ഉണ്ടെങ്കിലും അത് എഴുതാൻ മടിയേക്കാരം. അപ്പോൾ ആ ഒരു മടിയൊക്കെ നമുക്ക് പരിഹരിക്കാൻ ഈ ഒരു പഴഞ്ചൊല്ല് ഒരു വരിയിൽ തന്നെ ഒതുക്കിയാൽ എന്ത് ചെയ്യും, സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും, എന്നാൽ പഴഞ്ചൊല്ലായി മാറുകയും ചെയ്യും. ആ ഒരു വരിയിൽ നമ്മൾ പറയുമ്പോൾ തന്നെ അതിനെ സ്റ്റോറി എന്താ നമുക്ക് മനസ്സിലാവും. മനസ്സിലായിട്ട് പറയണേ, മനസ്സിലായിട്ടാ? മനസ്സിലായില്ലേ?
ഹർ കഹാവത്ത് എല്ലാ പഴഞ്ചൊല്ലുകളും ഇൻസാനി തജ്രിബേക്ക ഇൻസാനി തജ്രിബേക്ക നിച്ചോട് പേഷ് കർത്തി ഹേ. എല്ലാ പഴഞ്ചൊല്ലുകളും ഇൻസാനി തജ്രിബേക്ക ഒരു മനുഷ്യൻ്റെ പരിചയ സമ്പത്തോടു കൂടെ ഓരോ മനുഷ്യന്മാരുടെയും പരിചയ സമ്പത്തോടു കൂടെ ആ ഒരു പരിചയ സമ്പത്തിൻ്റെ നിച്ചോട് സത്തയോടുകൂടെ ആ ഒരു പരിചയ സമ്പത്തിൻ്റെ ആ ഒരു സാരാംശത്തോടുകൂടെ അല്ലെങ്കിൽ ആ ഒരു പരിചയ സമ്പത്തിൻ്റെ സത്തയോടുകൂടെ പേഷ് കർത്തി ഹേ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ അങ്കൂർ കട്ടേഹൈ എന്ന് പറയാൻ കാരണം എന്താ, ഒരു ഉദാഹരണമായിട്ട് അതൊരു പഴഞ്ചൊല്ലാണ്. അങ്കൂർ കട്ടേഹൈ, അങ്കൂർ പറഞ്ഞാൽ മുന്തിരി, കട്ടേഹൈ പുളിയുള്ളതാണ്. അപ്പം മുന്തിരി പൊതുവെ പുളിയുള്ളതല്ലല്ലോ, ഉള്ളതും ഉണ്ടാവും ഇല്ലാത്തതും ഉണ്ടാവും. പക്ഷേ ഒരു കുരങ്ങനെ എന്തേല അല്ലെങ്കിൽ കുറുക്കന് എത്ര ചാടിയിട്ടും മുന്തിരി കിട്ടണില്ല. അപ്പോൾ കിട്ടാത്ത സാധനം പുളിക്കുമെന്ന് പറയില്ല നമ്മൾ. അപ്പോൾ ഈ ഒരു സംഭവം ഒരു മനുഷ്യൻ്റെ പിന്നെ മൃഗങ്ങൾക്ക് മാത്രം എന്നല്ല, ഒരു മനുഷ്യൻ്റെ ഓരോ സംഭവങ്ങൾ അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പല പല സംഭവങ്ങളും നടക്കും. അപ്പോഴൊക്കെ ഈ കടങ്കഥ അല്ലെങ്കിൽ ഈ ഒരു പഴഞ്ചൊല്ല് നമുക്ക് ഉപയോഗിക്കാം. കടങ്കഥല്ല, ഈ ഒരു പഴഞ്ചൊല്ലുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ എല്ലാ കുട്ടികൾക്കും മുട്ടായി കിട്ടി. ഒരാളെ ഇപ്പോൾ ഗൾഫ് തന്നപ്പോൾ എല്ലാ കുട്ടികൾക്കും മുട്ടായി കിട്ടി. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും മുട്ടായി കിട്ടി. പക്ഷെ ഒരാൾക്ക് കിട്ടിയില്ല, നിർഭാഗ്യം. കാരണം അയാൾ മൂത്രയിക്കാൻ പോയതിനും. അപ്പോൾ കിട്ടാതെ കൊണ്ട് ബാക്കിയുള്ള കുട്ടികൾ അവനോട് പറയണം നല്ല മുട്ടായി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി പറയാണ്, കിട്ടാത്ത ആൾ പറയണത് എന്ത് രസം, ആ മുട്ടായൊക്കെ ഞാൻ എത്ര തിന്നതാ, അത് 5 കായ്ക്കില്ല, അതിലേറെ വലിയ മുട്ടായൊക്കെ ഞാൻ തിന്നലുണ്ട്. അപ്പോൾ ഇപ്പം എന്താ ശരിക്കും സംഭവിച്ചത്, ഓനക്ക് കിട്ടാത്തതുകൊണ്ട് അവൻ പറയാണ് രസമില്ലാന്ന്. അപ്പോൾ അതാണ് പറയണേ അപ്പോൾ എല്ലാ പിന്നെ ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ ഒരു മനുഷ്യൻ്റെ പരിചയ സമ്പത്തിനനുസരിച്ച് എന്ത് ചെയ്യും, അവതരിപ്പിക്കപ്പെടും. ബച്ചോ കുട്ടികളെ ഇസ് ബുക്ക് ഈ ഒരു പാഠത്തിൽ ആപ്പ് 2 കഹാവത്തെ പഠിക്കുക, നിങ്ങൾ 2 കഥകൾ പഠിക്കും. ബച്ചോ കുട്ടികളെ ഇസ് ബുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിങ്ങൾ 2 കഹാവത്തെ പഠിക്കുക 2 പഴഞ്ചൊല്ലുകൾ പഠിക്കും. അങ്കൂർ കട്ടേഹൈ ഓർ ബന്ദർ ബാന്ത്. ഒന്നെന്താണ്, അങ്കൂർ കട്ടേഹൈ എന്നുള്ളതാണ്. രണ്ടാമത്തത് ബന്ദർ ബാന്ത്, കുരങ്ങന്റെ ഭാഗിക്കല്. അപ്പൊ അങ്കൂർ കട്ടേഹൈ എന്നുള്ളത് എപ്പോഴാ പറയാള് എന്നുള്ളതാണ് അടുത്ത്. കോശിഷ് കെ ബാദ് ജബ് കോയി ചീസ് ന മിൽ സക്കെ തു ശർമന്ദി മിഠാനെ കേളിയെ ഇസ്മേ ഐബ് നിക്കാലിന. കോശിഷ് കെ ബാദ് പരിശ്രമിച്ചതിനു ശേഷം ജബ് കോയി ചീസ് ന മിൽ സക്കേത്തോ ഒരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ, അപ്പോൾ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ സാധനം എന്തെയില്ല, കിട്ടിയില്ല. ആ സമയത്തെ ശർമന്ദകി മിഠാനെ കേളിയെ നമ്മുടെ ലജ്ജ ഒഴിവാക്കാൻ വേണ്ടി, ലജ്ജ ഇല്ലാതാക്കാൻ വേണ്ടി, അപ്പൊ സ്വാഭാവികമായിട്ടും ലജ്ജ വരുമല്ലോ. അപ്പൊ ആ ഒരു ലജ്ജ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്മേ ഐബ് നിക്കാലിന, ഇതിൽ ഒരു ന്യൂനതയുണ്ട് എന്ന് പറയാ. മനസ്സിലായോ? കുറെ പരിശ്രമിച്ചു, സാധനം കിട്ടിയില്ല. അപ്പൊ പിന്നെ അടുത്ത ട്രിക്ക് എന്താ, അതിപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അപ്പം അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതിൽ വലിയ കഴമ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുക, അതിൽ അയബുണ്ടായി മോശമാണ് എന്ന് പറയാം. കുറേ പരിശ്രമിച്ചതിന് ശേഷം ഒരു വസ്തു കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ലജ്ജ ഉണ്ടാവും. അപ്പോൾ ആ ലജ്ജ ഇല്ലാതാക്കാൻ ട്രിക്ക് എടുക്കുന്നത്, അപ്പം ഇനി കിട്ടിയില്ല വെച്ചിട്ട് കുഴപ്പമില്ല, കാരണം അതൊരു ലോക്കൽ സാധനമല്ലേ എന്നൊക്കെ പറയാം. ബാസ് ജാൻവർ, ചില മൃഗങ്ങൾ അപ്പിനി ഹുസൂസിയാത് കേലിയെ മഷ്ഹൂർ ഹൈ, തങ്ങളുടെ പ്രത്യേകതകൾക്ക് പ്രസിദ്ധമാണ്. എല്ലാവർക്കും എന്തുണ്ടാവും, പ്രത്യേകിച്ചുള്ള പെക്യുലാരിറ്റീസ് ഉണ്ടാകും, തങ്ങളുടേതായ വിശേഷണങ്ങളുണ്ടാകും, പ്രത്യേക വിശേഷണങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, മിസാൽക്കെ തോർ പർ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഷേർക്കി ബഹാദുരി, സിംഹത്തിൻ്റെ ധൈര്യം അല്ലേ, സിംഹത്തിൻ്റെ ധൈര്യം, കറേജ് എന്ന് പറയണേ. അതുപോലെ ഗോഡേക്കി വഫാദാരി, നമ്മുടെ കഴുതൻ്റെ അല്ലെങ്കിൽ കുതിരൻ്റെ, ഗോഡ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ, ഗോഡെ ഞാൻ പറഞ്ഞില്ല, കഴുതയാണോ കുതിരയാണോ നിങ്ങൾ തീരുമാനിക്കട്ടോ.
കുതിരയാണ് അല്ലേ? അങ്ങനെയാണ്, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഗോഡെ കി വഫാദാരി, കുതിരയുടെ എന്ത് വഫാദാരി പറഞ്ഞാൽ പൂർത്തീകരണം, ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക. വഫാദാരി ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യുക, അതിനാണ് വഫാദാരി എന്ന് പറയാം. ഏൽപ്പിക്കപ്പെട്ട കാര്യം കൃത്യമായി ചെയ്യാം. അപ്പോൾ ഗോഡയ്ക്ക് വഫാദാരി. അതുപോലെ ലോംഡിക്ക് ചാലാക്കി, കുറുക്കൻ്റെ തന്ത്രം. കുറുക്കൻ്റെ തന്ത്രം ഫേമസ് ആണ്. അതുപോലെ സിംഹത്തിൻ്റെ ധൈര്യം ഫേമസ് ആണ്, അറിയപ്പെട്ടതാണ്, കൂടുതൽ എല്ലാവർക്കും അറിയണതാണ്. കുറുക്കനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതാണ് ഓർമ്മ വരിക, കുറുക്കൻ്റെ തന്ത്രം. ലോംഡിക്ക് ചാലാക്കി. അതുപോലെ ബന്ദർക്ക് ഹൊഷിയാരി, നമ്മുടെ കുരങ്ങിൻ്റെ സാമർഥ്യം. ഹൊഷിയാരി പറഞ്ഞാൽ സാമർഥ്യം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ കഥകൾ എന്താ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥ പറയണം. അപ്പോൾ ഇതിലുള്ള വേർഡുകളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ട് വരിക. ഇതുവരെ പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ഷോർട്ട് മലയാളത്തിൽ എഴുതി വരിക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.